ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ ഒരു വീഡിയോ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടിരിക്കണം കേട്ടോ. നമ്മൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഇപ്പം പാറ്റകളെ പേടിയാ. കൂറ എന്ന് പറയുന്ന പാറ്റയില്ലേ, പാറ്റകളെ വരെ പേടിയാ. പത്രക്കാരെ പേടിയാണ്, മാധ്യമ പ്രവർത്തകരെ പേടിയാണ്. ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവിടുന്ന് പിന്നെ കണ്ടം വഴി ഓടുന്ന പരിപാടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഈ കാലം അത്രയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാണെങ്കിലും കൂറ എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി അതിലൂടെ അവരുടെ ഫോളോവേഴ്സ് കണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയിട്ടുണ്ട് നമ്മുടെ ഭരണകർത്താക്കൾ. അതിൽ ഏറെ കുറച്ചും കൂടെ ഞെട്ടുന്ന ഒരു വ്യക്തിയോട് ഉണ്ടല്ലോ, ധ്രുവ റാഠി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. വ്ളോഗറാണ് ഇദ്ദേഹം. ഇറ്റലിയിലാണ് താമസം. അവിടെ നിന്നുകൊണ്ട് രാജ്യത്ത് നടക്കുന്ന അനീതികൾക്കെതിരെ സംഘപരിവാർ കാണിക്കുന്ന കൊള്ളരുതാഴികൾക്കെതിരെ ശക്തമായ രീതിയിൽ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഓരോ വീഡിയോകളും മില്യൺ വ്യൂവേഴ്സ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ വിദ്യാഭ്യാസമുള്ള യുവതലമുറകളെല്ലാം ഇന്നിപ്പോൾ ഈ കൂറായിട്ടുള്ള പാറ്റ പാർട്ടിയുടെ പുറയും അതുപോലെ തന്നെ ധ്രുവ റാഠിയുടെ വീഡിയോകളൊക്കെയാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത്. കാരണം നമ്മുടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ച് ഇവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കി ഭരണം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ നെഞ്ചിലിടുത്തി വീഴുന്ന ഓരോ ചോദ്യങ്ങളാണ് ഇവരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഇത്രയും പേടി ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടില് തലയ്ക്കകത്ത് വെളിവില്ലാത്ത ബോധമില്ലാത്ത സംഘിപ്പൊട്ടന്മാർ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ കൊടുക്കുന്ന ക്യാപ്സൂളും വിഴുങ്ങിയിട്ടാണ് ഈ ചില ചാനലിനകത്തൊക്കെ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ ഘോരം ഇങ്ങനെ പ്രസംഗിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സത്യത്തിൽ ഈ ധ്രുവ റാഠിയെ പോലെയോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കൂറ പാറ്റ പാർട്ടിയുടെ വ്യക്താവായിട്ടുള്ള ഒരു യുവാവുണ്ടല്ലോ, അഭിജിത്ത് ജിക്ക് വിദ്യാഭ്യാസമുള്ള ആളുകളെ ഇവർക്ക് ഭയമാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഭയമായി തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ മാധ്യമ പ്രവർത്തകരിൽ നിന്നൊക്കെ നമ്മുടെ നേതാക്കന്മാർ ഒളിച്ചു. അല്ലെങ്കിൽ കൂറ എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി ഏതാണ്ട് ദിവസങ്ങൾ കൊണ്ട് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് അവർക്കുണ്ടായി. ഈ BJPയുടെ ചില പൊട്ടന്മാർ വന്ന് നമ്മുടെ കേരളത്തിലെ ചില ചാനലിനകത്തൊക്കെ വന്നിരുന്നുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ സത്യം പറഞ്ഞ് ചിരി വന്നു പോവുക. കാരണം ഇവര് ഞങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവരെ പൂട്ടാൻ പോകുന്നത്? ഇവരുടെ അക്കൗണ്ടുകൾ പൂട്ടുന്നു, പിന്നെയും തുടങ്ങുന്നു, പിന്നെയും പൂട്ടുന്നു. എന്തിനാണ് പിന്നെ നിങ്ങൾ പേടിക്കുന്നത്? മടിയിൽ കനമില്ലാത്തവൻ പേടിക്കേണ്ട കാര്യമില്ലെന്നേ. എന്തായാലും ദേവദാസ് ഈ ഒരു വീഡിയോയുമായി വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് കേൾക്കുക. കാരണം ഇനി നമുക്കൊരു പക്ഷേ ചിലപ്പം യൂട്യൂബിൽ ഇത് കാണാൻ പറ്റിയില്ല എന്ന് വരും. എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താണെന്നുള്ളത്. 2026 മെയ് 15 സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു വാദം കേൾക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞത്, ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകൾ എന്ന് വിളിക്കുന്നു. So they are youngsters like cockroaches. They don't get any employment. They don't have any place in profession. Some of them become media. Some of them become social media. Some of them become RTI activists. Some of them become another activists. And they start attacking everyone. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറച്ചു ദിവസം മുമ്പ് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന ഒരു രാജ്യത്ത് ആയിരക്കണക്കിന് യുവാക്കൾ തൊഴിലില്ലാത്തവരാണ്. ജോലികളില്ല, കൃത്യമായ ശമ്പളമില്ല, മികച്ച തൊഴിൽ സാഹചര്യങ്ങളൊന്നുമില്ല, വർദ്ധിച്ചവില്ല. അതിനിടയ്ക്കാണ് സുപ്രീം കോടതിയുടെ ഇത്തരം പ്രസ്താവനകൾ. ഉറപ്പാണല്ലോ ഇതെല്ലാം വലിയ വാർത്താ തലക്കെട്ടുകളാവുന്നു. രാജ്യം മുഴുവൻ ഞെട്ടിത്തെറിച്ചു. തന്റെ വാക്കുകളെ തെറ്റായി ഉദ്ധരിക്കുകയായിരുന്നു എന്നും ഇത് ഇന്ത്യൻ യുവാക്കളെ ഉദ്ദേശിച്ചുള്ളതല്ല, മറിച്ച് വ്യാജ ഡിഗ്രിയുമായി നിയമത്തിലും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നുഴഞ്ഞു കയറിയവരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് ചൂണ്ടിക്കാണിച്ച് അടുത്ത ദിവസം തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ന്യായീകരണവുമായി എത്തി. യുവാക്കൾ രാജ്യത്തിന്റെ വികസനത്തിന്റെ നെടുന്തൂണുകളാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോഴേക്കും കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് വളർന്നിരുന്നു. മെയ് 16 അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ 30-കാരനായ ഇന്ത്യൻ വിദ്യാർത്ഥി അഭിജിത്ത് ദീപ്കെ ഒരു ട്വീറ്റ് ചെയ്തു. എല്ലാ പാറ്റകളും ഒന്നിച്ചു വന്നാൽ എങ്ങനെയിരിക്കും എന്നതായിരുന്നു ആ ട്വീറ്റ്. തമാശയ്ക്കാണെങ്കിലും അതേ ദിവസം തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് CJP. അതിന് BJP എന്നതിനോട് നേരിട്ട് ഒരു സാമ്യവും ഉണ്ടായിരുന്നില്ല. ഇതൊരു രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നില്ല, മറിച്ച് വെറും ഒരു വെബ്സൈറ്റും ഒരു സോഷ്യൽ മീഡിയ പേജുമായിരുന്നു. മീമായിട്ടും ഇന്റർനെറ്റ് ട്രെൻഡ് ആയിട്ടും ഇതുപോലെ തമാശയ്ക്ക് നിരവധി സോഷ്യൽ മീഡിയ പേജുകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ബീഫ് ജനതാ പാർട്ടി, ഭാരതീയ ധൂംല പാർട്ടി. സാധാരണഗതിയിൽ ഇത്തരം ട്രെൻഡുകൾ 2 ദിവസം മാത്രമേ നിലനിൽക്കൂ, പിന്നീട് അത് ജനം മറന്നുപോവുകയാണ് പതിവ്. കോക്രോച്ച് ജനതാ പാർട്ടിയും തമാശ രൂപത്തിലാണ് ഉണ്ടാക്കിയത്. ഇതിൽ ചേരാനുള്ള വ്യവസ്ഥകൾ വളരെ രസകരമായിരുന്നു. ഇതിന്റെ അംഗത്വം നോട്ടീസിൽ 3 ചോദ്യങ്ങളേ ഉള്ളൂ. 1, നിങ്ങളൊരു മടിയനാണോ? 2, നിങ്ങൾ മണിക്കൂറുകളോളം ഓൺലൈനിൽ ഇരിക്കാറുണ്ടോ? 3, നിങ്ങൾക്ക് സ്വയം ഒരു പാർട്ടിയാണെന്ന് തോന്നാറുണ്ടോ? അഥവാ ഈ 3 വ്യവസ്ഥകളും ഒത്തുവന്നാൽ പിന്നെ നിങ്ങളുടെ മതമോ ജാതിയോ ലിംഗമോ ഒന്നും പ്രശ്നമല്ല, നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ അംഗമാകാം. ഇതൊക്കെ കേട്ടാൽ ആർക്കും തോന്നുന്നു ഇതൊക്കെ ഒരു തമാശയാണെന്ന്. ഇതൊരു ഗൗരവമുള്ള കാര്യമേ ആയിരുന്നില്ല. എന്നാൽ തമാശയിൽ തുടങ്ങിയ ഈ പാർട്ടിക്ക് ട്വിറ്ററിൽ 2 ദിവസത്തിനുള്ളിൽ 40,000-ലധികം ഫോളോവേഴ്സ് ഉണ്ടായി. ഇൻസ്റ്റാഗ്രാമിൽ 4 ദിവസം കൊണ്ട് 8 ദശലക്ഷം ഫോളോവേഴ്സ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ BJP ഇത് പിന്നിലാക്കി. अभी आप सुबह उठते ही देख रहे होंगे कि हमारे फॉलोअर्स अब BJP से भी ज्यादा हो चुके हैं. അത് വളരെ വേഗം വളർന്നിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ 22 മില്യൺ ഫോളോവേഴ്സ്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും വേഗത്തിൽ വളർന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടായി മാറിയത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, അഥവാ ഇത് വെറും ഒരു തമാശയായിരുന്നെങ്കിൽ പിന്നെ ജനം എന്തിനാണ് ഇത് ഇത്ര ഗൗരവത്തോടെ എടുത്തത്? ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇതൊക്കെ കാണുമ്പോൾ എന്തിനാണ് സർക്കാരിലിരിക്കുന്ന നേതാക്കൾക്ക് എന്തിനാണ് ഇങ്ങനെ മുട്ടുവിറയ്ക്കുന്നത്?
उन्होंने हमें कॉकरोच कहा। നിരവധി പേർ തങ്ങളുടെ കഴിവിനനുസരിച്ചും AI ഉപയോഗിച്ചും കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടി പാട്ടുകളും വീഡിയോകളും ഉണ്ടാക്കി. അതിൽ കുറേ എണ്ണം വൈറലായി. വീണ്ടും നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ജനം കോക്രോച്ച് ജനതാ പാർട്ടിയെ ഗൗരവത്തിലെടുത്തത്? സർക്കാരിനോടും സംവിധാനങ്ങളോടുമുള്ള യുവാക്കളുടെ അമർഷം കോക്രോച്ച് ജനതാ പാർട്ടി ശരിക്കും പിടിച്ചെടുത്തു എന്നാണ് എന്റെ വിലയിരുത്തൽ. ദിനം പ്രതി പേപ്പർ ലീക്ക് കൊണ്ട് വലിയുന്ന യുവാക്കൾ, ഉയർന്ന തൊഴിലില്ലായ്മ, വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം, ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ, ഇതൊക്കെ കൊണ്ട് ജീവിതം വെറും ഒരു പാർട്ടിയുടേത് പോലെയായി എന്ന് കരുതുന്ന യുവാക്കൾ, ആ തമാശയിൽ അവർ ഗൗരവത്തോടെ കണ്ടത് അവരവരെ തന്നെയാണ്. കോക്രോച്ച് പാർട്ടിയുടെ വെബ്സൈറ്റിൽ പാർട്ടിയുടെ മാനിഫെസ്റ്റോ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ മാനിഫെസ്റ്റോയിൽ പറയുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന 5 കാര്യങ്ങൾ. 1, രാജ്യത്തെ ഏതെങ്കിലും ചീഫ് ജസ്റ്റിസിനെ വിരമിക്കലിന് ശേഷം പാരിതോഷികമായി രാജ്യസഭാ സീറ്റ് അനുവദിക്കില്ല. 2, രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ നിയമപരമായ വോട്ടുകൾ മായ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ UAPA പ്രകാരം അറസ്റ്റ് ചെയ്യും. 3, സ്ത്രീകൾക്ക് പാർലമെന്റിലും ക്യാബിനറ്റിലും 50% സംവരണം. 4, അംബാനിയുടെയും അദാനിയുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കും. 5, ഏതെങ്കിലും പാർലമെന്റ് അംഗം മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് 20 കൊല്ലത്തേക്ക് അവരെ വിലക്കും. ഈ എല്ലാ ആവശ്യങ്ങൾക്കും പുറകിലാണ് യഥാർത്ഥ പ്രശ്നം ഒളിഞ്ഞു കിടക്കുന്നത്. സ്വതന്ത്ര നിയമവ്യവസ്ഥ, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുട്ടുമടക്കൽ, മാധ്യമങ്ങളുടെ പരിപൂർണമായ വിൽപ്പന, MLA-മാരുടെയും MP-മാരുടെയും കുതിര കച്ചവടം. ഈ തമാശയ്ക്ക് പുറകിലുള്ള ഉള്ളടക്കം വളരെ ഗൗരവമുള്ളതായിരുന്നു. ഇതാണ് BJP മോദി സർക്കാരും ഭയക്കുന്നത്. ഇവർക്ക് മെലഡി മീമുകളൊക്കെ നടക്കും. കാരണം അവിടെ മോദി ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ കോടിക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളാണ് ഈ മീമുകളുടെ പുറകിലുള്ളതെങ്കിലോ അതൊരു രാഷ്ട്രീയ ഭീഷണിയാവുന്നു. CJP തമാശയൊക്കെ വിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന വേദനാജനകമായ പ്രശ്നങ്ങൾ എപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നോ അപ്പോൾ മുതൽ പ്രശ്നങ്ങളും ആരംഭിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അവർ ആദ്യം ആവശ്യപ്പെട്ടത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. तो आज हम एक पिटीशन शुरू करने जा रहे हैं जहां पर हम एजुकेशन मिनिस्टर का रेजिग्नेशन मांगने जा रहे हैं. ഈ വീഡിയോയ്ക്ക് 1 മണിക്കൂറിൽ 1 കോടിയേക്കാൾ വ്യൂ ലഭിച്ചു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ നിരാശയായിരുന്നു അത്. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ഒരു പ്ലാറ്റ്ഫോം ലഭിച്ചു. നിങ്ങളൊരു കഥ കേട്ടിട്ടില്ലേ? രാജാവിന്റെ പുതിയ കുപ്പായം ഒരു കുഞ്ഞഴിച്ചു മാറ്റിയ കഥ. അതുപോലെ തന്നെയാണ് ആരെങ്കിലും സത്യം പറയുമ്പോഴാണ് അധികാരമുള്ള ശക്തരായ ആളുകൾ ഭയക്കുന്നത്. അതുപോലെ ഒന്നാണ് ഈ നരേന്ദ്രമോദിക്ക് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ജൻസിയുടെ പ്രേതം ആവാഹിച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും കുറച്ച് ജൻസി യുവാക്കൾ ഒന്നിച്ചു ചേരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രക്ഷേപം നടക്കുന്നുവെന്നറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സർക്കാർ വിയർത്തൊഴുകാൻ തുടങ്ങും. അതുകൊണ്ടാണ് മെയ് 21-ന്, അതായത് ഉണ്ടാക്കിയ 5 ദിവസത്തിനുള്ളിൽ CJPയുടെ ട്വിറ്റർ അക്കൗണ്ട് ഇന്ത്യയിൽ ബാൻ ചെയ്ത്. നിങ്ങൾ കരുതും എന്ത് കാരണത്താലാണെന്ന്. അതിന്റെ പിറകിലെ ലോജിക്ക് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ സൈറ്റ് ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരമാണെന്നും ഈ അക്കൗണ്ട് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഇൻപുട്ടിൽ വന്നിട്ടുണ്ടെന്നും പറഞ്ഞാണ് ബ്ലോക്ക് ചെയ്തത്. 1 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. തമാശയിൽ തുടങ്ങിയ ഒരു വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പേജും, അതിനെക്കുറിച്ച് ജനം പാറ്റുകളുടെ കുപ്പായമിട്ട് മീമുകൾ ഉണ്ടാക്കുന്നു. അത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് സർക്കാർ പറയുന്നു. ഇത്രയും ഭീരുവാകാമോ നമ്മുടെ സർക്കാർ? ഇത്രയ്ക്കും ഭീരുവാകുമോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി? അതായത് എവിടെയാണോ യഥാർത്ഥ ചോദ്യപേപ്പർ ചോരുന്നത് അവിടെയാണ് അഴിമതി നടക്കുന്നത്. പരീക്ഷകളിൽ തിരിമറി, തിരഞ്ഞെടുപ്പ് അട്ടിമറി എന്നിവ നടക്കുന്നത്. ഇതിലൊന്നും ദേശീയ സുരക്ഷയ്ക്ക് യാതൊരു ഭീഷണിയുമില്ല. എന്നാൽ ആരെങ്കിലും ഇന്റർനെറ്റിലൂടെ ഒരല്പം തമാശ പങ്കുവെച്ചാൽ പോലും അത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി. യഥാർത്ഥ ട്വിറ്റർ അക്കൗണ്ട് ബാൻ ചെയ്തപ്പോൾ CJP കോക്രോച്ചസ് ബാക്ക് എന്ന പേരിൽ ഒരു ബാക്കപ്പ് അക്കൗണ്ട് ഉണ്ടാക്കി. അതോടെ അവരുടെ ഇൻസ്റ്റാ പേജ് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അവരുടെ പേജുകളിൽ നിരവധി തവണ ലോഗിൻ ചെയ്യാൻ നോക്കിയതിന്റെ ഭാഗമായി മെയ് 23-ന് അഭിജിത്ത് ട്വീറ്റ് ചെയ്ത് പറഞ്ഞത് അദ്ദേഹത്തിന് നിലവിൽ CJPയുടെ യാതൊരു പ്ലാറ്റ്ഫോമിലേക്കും കയറാനാകുന്നില്ലെന്നാണ്. ഇത് കൂടാതെ അവരുടെ വെബ്സൈറ്റ് പൂട്ടിച്ചു. ഈ സമയം കൊണ്ട് 10 ലക്ഷം പേരാണ് CJPയിൽ അംഗത്വമെടുക്കാൻ സൈനപ്പ് ചെയ്തത്. ഏകദേശം 6 ലക്ഷത്തോളം പേർ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പെറ്റീഷനിൽ ഒപ്പിടുന്നു. കാര്യങ്ങളൊന്നും ഇവിടം കൊണ്ട് അവസാനിച്ചില്ല. അഭിജിത്തിന്റെ വാട്സാപ്പ് നമ്പർ ലീക്ക് ചെയ്തു. അതോടെ അഭിജിത്തിന്റെ വാട്സാപ്പിലേക്ക് വധഭീഷണി വരെ വരാൻ തുടങ്ങി. ഈ അക്കൗണ്ട് നിർത്തലാക്കിയാൽ നിനക്ക് പൈസ തരാമെന്നും BJPയിലേക്ക് വാ, അല്ലെങ്കിൽ അമേരിക്കയിലും നിനക്ക് ഒന്നില്ലാതാക്കുമെന്നൊക്കെ. ഈ വീഡിയോ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കെതിരെയോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെയോ സത്യങ്ങൾ വിളിച്ചു പറയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിച്ച് മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് തന്നെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെക്കാട്ടിൽ കൂടുതൽ ഫോളോവേഴ്സ് ലഭിക്കുകയും അവർക്ക് പേടിയുണ്ടാകുകയും ചെയ്തു. കാരണം രാജ്യത്ത് വളർന്നു വരുന്ന ഒരു ഭാവി തലമുറ, അവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങൾ. നമ്മൾ ഈ വടക്കേന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തൊട്ടുപോലും തീണ്ടിയിട്ടില്ലാത്ത ആളുകളെ വെച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുകയാണ് BJP എന്ന് പറയുന്ന പ്രസ്ഥാനം. ഈ ഉൾഗ്രാമങ്ങളിൽ കിടക്കുന്ന ആളുകൾക്കൊന്നുമില്ല. ഇതിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് 10, 12, 13 വയസ്സുള്ള പിള്ളേർ മാരകായുധങ്ങളുമായി ജയ് ശ്രീറാം വിളിച്ച് വരുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരെ ഇവിടുത്തെ യുവ തലമുറ രംഗത്തേക്ക് വരുന്നവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ വരുന്ന പ്രസ്ഥാനങ്ങളെയും അല്ലെങ്കിൽ ഇതുപോലുള്ള യുവാക്കളെയും, വിദ്യാഭ്യാസമുള്ള യുവാക്കളെയൊക്കെ
അവർ ഭയപ്പെടുന്നത് എന്നുള്ളതാണ്. എന്തായാലും രാജ്യം വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള ഒരു പുതിയ തലമുറ ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ വേണ്ടി മുന്നോട്ട് വരും എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ധ്രുവ റാത്തിയെ പോലെ, അഭിജിത്ത് ജി കെ പോലെയുള്ള നൂറുകണക്കിന് വിദ്യാസമ്പന്നരായിട്ടുള്ള രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.